ഹിമാചലിനും കാശ്മീരിനും പിന്നാലെ പാകിസ്ഥാനിലും മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും 200-ലേറെ പേർക്കാണ് മിന്നൽ പ്രളയത്തിൽ ജീവൻ നഷ്ടമായതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ നിന്നും നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നതും. സ്വാത് നദിയിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒരു കുടുംബത്തിലെ 9 പേരാണ് നോക്കിനിൽക്കെ ഒലിച്ചുപോയത്. വിനോദയാത്രയാണ് ദുരന്തത്തിൽ കലാശിച്ചത്. നിലച്ചിരിക്കാതെ പ്രളയജലം ഇരച്ചെത്തിയതും നദികളിലെ കൂറ്റൻ പാറക്കെട്ടുകളിൽ ആളുകൾ പ്രാണരക്ഷാർത്ഥം നിലയുറപ്പിച്ചു. എന്നാൽ പാഞ്ഞെത്തുന്ന വെള്ളം ഒന്നിനു പുറകെ ഒന്നായി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 9 പേരെ കവർന്നെടുത്തു. 18 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. നോക്കി അലമുറയിട്ട് കരയാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ലെന്ന് സംഘത്തിലുണ്ടായിരുന്നവരിൽ ഒരാൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. 2 മണിക്കൂറോളം പാറയിൽ അള്ളിപ്പിടിച്ചു നിന്ന ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് തങ്ങളുടെ സമീപത്തേക്ക് എത്താൻ കഴിഞ്ഞതെന്നും അപകട മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിരുന്നില്ല എന്നും ആളുകൾ പറയുന്നു. പ്രഭാത ഭക്ഷണം കഴിച്ച് കുട്ടികൾ കളിച്ചും സെൽഫിയും എടുത്തു നിൽക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. മിന്നൽ പ്രളയം നാശം വിതച്ച സ്ഥലങ്ങളിൽ പാക് സൈന്യം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. പർവ്വത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ 1300ഓളം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 35 പേരെ കാണാതായതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.